കൗമാരപ്രായം പോലുമാകാത്ത മകളുടെ മുന്നിൽ കാമുകനൊപ്പം ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെട്ട അമ്മ, പിന്നീട് സ്വന്തം കുഞ്ഞിനെ കാമുകന് മുന്നിൽ കാഴ്ചവെച്ച വെറുക്കപ്പെട്ട ജന്മം. എട്ടും പൊട്ടും തിരിയാത്ത മകളെ അയാൾ പോൺ വീഡിയോകൾ കാണിച്ചപ്പോൾ അത് കണ്ട് ആസ്വദിച്ചവളെ അമ്മയെന്ന് വിളിക്കാൻ കഴിയുമോ? ഭർത്താവിനെ ഉപേക്ഷിച്ച് പാലക്കാട് സ്വദേശിയായ യുവാവിനൊപ്പം ഇറങ്ങിപ്പോന്ന തിരുവനന്തപുരം സ്വദേശിനി മാതൃത്വത്തിന് തന്നെ അപമാനമാണ്. മലപ്പുറം മഞ്ചേരിയിലെ വാടക വീട്ടിൽ പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ച കേസിൽ ആ അമ്മയ്ക്കും കാമുകനും 180 വർഷം കഠിന തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. ഇതോടൊപ്പം കേരളത്തെ നടുക്കിയ പത്തനംതിട്ട അയിരൂർ കവിതാ കൊലക്കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് കോടതി വിധിച്ച ദിവസമാണിത്. പ്രണയം നിരസിച്ചതിന്റെ പേരിൽ 19-കാരിയെ പെട്രോൾ ഒഴിച്ച് തീ വെച്ച് കൊന്ന കേസിൽ പ്രതി അജിൻ റിജി മാത്യുവിനുള്ള ശിക്ഷ എന്തായിരിക്കും? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. മലപ്പുറം മഞ്ചേരിയിലെ വാടക വീട്ടിൽ 2 വർഷം ആ 12-കാരി നേരിട്ട പീഡനമുണ്ടല്ലോ, അത് അവളുടെ അമ്മയും രണ്ടാനച്ഛനും അനുഭവിക്കണം. സ്വന്തം ജീവിത സുഖത്തിനു വേണ്ടി മകളുടെ ജീവിതം ഇരുട്ടിലാക്കിയ ആ വെറുക്കപ്പെട്ട മനുഷ്യർ ഇനി വെളിച്ചം കാണരുത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ച കേസിൽ കോടതി പ്രതികൾക്ക് വിധിച്ചത് മാതൃകാപരമായ ശിക്ഷയാണ്. അമ്മയ്ക്കും രണ്ടാനച്ഛനും 180 വർഷം കഠിന തടവാണ് കോടതി ശിക്ഷ വിധിച്ചത്. പ്രതികൾ 11,70,75,000 രൂപ പിഴയും അടയ്ക്കണമെന്നും മഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതിയുടെ ഉത്തരവിലുണ്ട്. 2019 മുതൽ 2021 വരെയും 2 വർഷത്തോളം അമ്മയുടെ ഒത്താശയോടെ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് വിധി വന്നിരിക്കുന്നത്. ഭർത്താവിനെ ഉപേക്ഷിച്ച ശേഷം പാലക്കാട് സ്വദേശിയായ യുവാവിനൊപ്പം താമസിക്കുമ്പോഴാണ് തിരുവനന്തപുരം സ്വദേശിനിയായ യുവതി മകളെ അയാൾക്കു മുന്നിൽ കാഴ്ചവെച്ചത്. തിരുവനന്തപുരം സ്വദേശിയായ യുവതിയാണ് പെൺകുട്ടിയുടെ അമ്മ. പാലക്കാട് സ്വദേശിയാണ് രണ്ടാനച്ഛൻ. 2 വർഷമാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായത്. പോക്സോ, ബലാത്സംഗം, സംരക്ഷണ ബാധ്യതയുള്ളവർ തന്നെ പീഡിപ്പിക്കൽ, തുടർച്ചയായ ലൈംഗിക പീഡനം, നഗ്ന വീഡിയോകൾ കാണിച്ചും മദ്യം നൽകിയും പീഡിപ്പിക്കൽ, പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന ഭീഷണി തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞ സാഹചര്യത്തിലാണ് 180 വർഷം തടവ് ശിക്ഷ. അഡ്വക്കേറ്റ് സോമസുന്ദരനായിരുന്നു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ. വിക്ടിമായ കുട്ടിയും കുടുംബവും തിരുവനന്തപുരം ജില്ലയിലാണ് താമസിച്ചു വന്നിരുന്നത്. അവിടെ താമസിച്ചു വരുമ്പോൾ കുട്ടിയുടെ അമ്മ കാമുകനുമായി ഫോണിൽ പരിചയപ്പെട്ട് 2019 ഒരു ദിവസം ഈ കുട്ടിയുമായി ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകൻ്റെ കൂടെ ഒളിച്ചോടുകയാണ് ഉണ്ടായത്. അങ്ങനെ ഒളിച്ചോടിയ ശേഷം പാലക്കാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലും അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിലെ 2 വാടക വീടുകളിലും 2019 മുതൽ 2021 വരെ കാലഘട്ടത്തിൽ ഇവർ താമസിച്ചു വന്നു. ഈ താമസിച്ചു വന്നിരുന്ന കാലഘട്ടത്തിൽ ഈ 1-ാം പ്രതി 2-ാം പ്രതിയായ അമ്മയുടെ സഹായത്തോടു കൂടി ഈ കുട്ടിയെ പലതവണ വീട്ടിൽ വെച്ച് ബലാത്സംഗത്തിനും ലൈംഗിക പീഡനങ്ങൾക്കും വിധേയമാക്കുകയാണ് ഉണ്ടായത്. പെറ്റമ്മയായ ഈ 2-ാം പ്രതി ഈ കുട്ടിയെ ബെഡ്റൂമിലേക്ക് വിളിച്ചു വരുത്തി കുട്ടിക്ക് ബീറ് കൊടുക്കുകയും കുട്ടിക്ക് പോൺ വീഡിയോസ് മൊബൈലിൽ കാണിച്ചു കൊടുക്കുകയും കുട്ടിയുടെ സാന്നിധ്യത്തിൽ ഈ പ്രതികൾ അമ്മയും കാമുകനും ചേർന്ന് സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. 2019 മുതൽ 2021 വരെ കുട്ടി പീഡനത്തിനിരയായെന്നാണ് കേസ്. പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ കുട്ടിയെ ഭീഷണിപ്പെടുത്തി. 2019 തിരുവനന്തപുരം സ്വദേശിനി ഭർത്താവിനെ ഉപേക്ഷിച്ച് പാലക്കാട് സ്വദേശിക്കൊപ്പം പോയത്. തുടർന്ന് മലപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവർ. കുട്ടിയുടെ സ്വന്തം അച്ഛന്റെ പിതാവ് കാണാനെത്തിയതാണ് ക്രൂര പീഡനത്തെക്കുറിച്ച് പുറം ലോകം അറിയാൻ ഇടയാക്കിയത്. കുട്ടിയെ മുത്തച്ഛനെ കാണിക്കാൻ അനുവദിക്കില്ലെന്ന് അമ്മയും രണ്ടാനച്ഛനും വാശി പിടിച്ചിരുന്നു. ഇതോടെ വാക്കുതർക്കമുണ്ടാവുകയും നാട്ടുകാർ ഇടപെടുകയും ചെയ്തു. നാട്ടുകാരാണ് കുട്ടിയെ ഭക്ഷണം പോലും നൽകാതെ മാതാവും രണ്ടാനച്ഛനും പീഡിപ്പിക്കുന്ന വിവരം മുത്തച്ഛനോട് പറയുന്നത്. പലപ്പോഴും വാടക വീടിന്റെ ഉടമയായിരുന്നു കുട്ടിക്ക് ഭക്ഷണം നൽകിയിരുന്നത്. തുടർന്ന് മുത്തച്ഛൻ പോലീസിൽ പരാതി നൽകി. കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് ലൈംഗിക പീഡനം തുറന്നു പറഞ്ഞത്.
പിന്നാലെ മലപ്പുറം വനിതാ പോലീസ് കേസെടുത്ത് രണ്ടാനച്ഛനെയും അമ്മയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ന്യൂസ് 18 മലപ്പുറം. അവനെ തൂക്കിക്കൊല്ലണം, ഞങ്ങളുടെ മകൾക്ക് നീതി ലഭിക്കണം. പത്തനംതിട്ട അയിരൂരിൽ പ്രണയം നിരസിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ട കവിതയുടെ മാതാപിതാക്കൾ കോടതിക്ക് മുന്നിൽ വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാണിത്. 19-കാരിയെ പെട്രോൾ ഒഴിച്ച് തീവെച്ച് കൊന്ന കേസിൽ പ്രതി കുറ്റക്കാരനെന്ന് വിധിച്ച ശേഷമായിരുന്നു ആ അച്ഛന്റെയും അമ്മയുടെയും വൈകാരിക പ്രതികരണം. സഹപാഠിയായിരുന്ന കവിത പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്നുള്ള പകയിലാണ് പ്രതി കൊലപാതകം നടത്തിയതെന്ന് തെളിഞ്ഞതോടെയാണ് കോടതിയുടെ നടപടി. പ്രതി അജിൻ റെജി മാത്യുവിനുള്ള ശിക്ഷ പത്തനംതിട്ട അഡീഷണൽ ജില്ലാ കോടതി വ്യാഴാഴ്ച വിധിക്കും. മാർച്ച് 12 തിരുവല്ലയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം. സഹപാഠിയായിരുന്ന കവിത പ്രണയത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് പ്രതിയായ അജിൻ റജി പെൺകുട്ടിയെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. കത്തികൊണ്ട് കുത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. 70% പൊള്ളലേറ്റ പെൺകുട്ടി 2 നാൾ നീണ്ട ചികിത്സയ്ക്കൊടുവിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചു. പ്രതി അജിന്റെ കൈകാലുകൾ കെട്ടിയാണ് നാട്ടുകാർ പോലീസിൽ ഏൽപ്പിച്ചത്. പെൺകുട്ടിയുടെ മരണമൊഴി കേസിൽ നിർണായകമായി. സംഭവ ദിവസത്തെ CCTV ദൃശ്യങ്ങളും സാഹചര്യ തെളിവുകളും പ്രതിക്കെതിരായി കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു. പെട്രോൾ പമ്പിൽ നിന്നുള്ള സാക്ഷികൾ, അതോടൊപ്പം തന്നെ പ്രതി ATM കാർഡ് സ്വൈപ്പ് ചെയ്താണ് പണം കൊടുത്തത് 250 രൂപ. അപ്പോൾ അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, പിന്നെ ഒക്കറൻസ് കൃത്യസ്ഥലത്തു നിന്നുള്ള CCTV ഫുട്ടേജ്, അതിൻ്റെ ആ CCTV ഫുട്ടേജിൽ കാണുന്നത് പ്രതിയാണെന്നുള്ളതിൻ്റെ സയൻറ്റിഫിക് ഒപ്പീനിയൻ, എക്സ്പെർട്ടിൻ്റെ ഒപ്പീനിയൻ ഉണ്ടായിരുന്നു. പിന്നെ പട്ടാപ്പകൽ നടന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ നിരവധി ദൃക്സാക്ഷികളുണ്ടായിരുന്നു. പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് മാതാപിതാക്കളുടെ ആവശ്യം. അന്ന് കുഞ്ഞ് രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോട്ട് കോളേജിലോട്ട് പോയി. ബസ് ഞങ്ങളോട് പറഞ്ഞ അവൻ്റെ ആക്സിഡൻറ്റ് പറ്റിയെന്നാണ് ചെന്നപ്പോൾ എല്ലാം ഇങ്ങനെ എനിക്ക് അറിയത്തില്ല. കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞല്ലോ. ശിക്ഷ കൊടുക്കണമെന്നാണ് നമ്മൾ പരമാവധി ശിക്ഷ. അവന് കൂട്ടുകയറ് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത്. അവൻ്റെ പ്രായം അനുസരിച്ചായിരിക്കും. നമ്മളിപ്പോൾ എന്താ പറഞ്ഞാൽ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ്. തിരുവല്ല സ്വദേശിയായ പ്രതി അജിനും കൊല്ലപ്പെട്ട കവിതയും മുൻപ് ഒരേ ക്ലാസ്സിൽ പഠിച്ചവരായിരുന്നു. ന്യൂസ് 18 പത്തനംതിട്ട. ഗ്രില്ലും ആൾമറയുമുള്ള കിണർ, അതിന് സമീപം കുളിക്കുകയായിരുന്ന 2 മാസം പ്രായമുള്ള കുഞ്ഞ് അമ്മയുടെ കയ്യിൽ നിന്ന് വഴുതി കിണറ്റിൽ വീണു മരിക്കുന്നു. കുളിപ്പിക്കുന്നതിനിടെ കുട്ടി കുതറുകയും അബദ്ധത്തിൽ കിണറ്റിൽ വീഴുകയുമായിരുന്നുവെന്നുമാണ് ഉമ്മ പറഞ്ഞത്. കേൾക്കുമ്പോൾ തന്നെ സംശയം തോന്നുന്നുണ്ടല്ലേ? കണ്ണൂർ തളിപ്പറമ്പിലെ കൈക്കുഞ്ഞിന്റെ മരണത്തിലാണ് അടിമുടി ദുരൂഹത. കുട്ടി എങ്ങനെ കിണറ്റിൽ വീണുവെന്ന അന്വേഷണം കൊലപാതക സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കുട്ടിയെ അമ്മ എറിഞ്ഞു കൊന്നതാണോ? അങ്ങനെയെങ്കിൽ കൊലപ്പെടുത്താനുള്ള കാരണമെന്ത്? വിശദമായ അന്വേഷണം നടത്തുകയാണ് പോലീസ്. കണ്ണൂർ തളിപ്പറമ്പിന് സമീപം കുറുമാത്തൂരിൽ കഴിഞ്ഞ ദിവസമാണ് 2 മാസം പ്രായമുള്ള കുഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ചത്. കുളിപ്പിക്കുന്നതിനിടെ കിണറ്റിൽ വീണെന്നാണ് ഉമ്മ പറഞ്ഞത്. ഗ്രില്ലും ആൾമറയുമുള്ള കിണറ്റിൽ കുട്ടി വീണെന്ന് പറഞ്ഞതിൽ സംശയമുണ്ട്. അമ്മ കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെ കുട്ടി കുതറുകയും അബദ്ധത്തിൽ കിണറ്റിൽ വീഴുകയുമായിരുന്നുവെന്ന് ബന്ധുക്കളും പറഞ്ഞു. കിണർ ഗ്രില്ലുകൊണ്ട് അടച്ചിരുന്നുവെങ്കിലും കുളിമുറിയോട് ചേർന്ന് തുറന്നുവച്ച ഭാഗത്തുകൂടിയാണ് കുട്ടി വീണതെന്നാണ് ഇവർ മൊഴി നൽകിയത്. വീട്ടുകാരുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കുട്ടിയെ പുറത്തെടുത്ത് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും തുടർന്ന് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. തളിപ്പറമ്പ് ഡിവൈഎസ്പി KE പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിൽ യുവതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് സംശയമുയരുന്നത്. കുട്ടിയെ
കുട്ടിയെ അമ്മ കിണറ്റിലെറിഞ്ഞതാണെന്ന സൂചനയാണ് പോലീസിനുള്ളത്. യുവതി നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ വീട്ടിലാണ്. കൊലപ്പെടുത്തിയതാണെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തണം. പോലീസ് വിശദമായ അന്വേഷണം തുടരുന്നു. വീട്ടുകാരുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. ഞരമ്പ് രോഗികളായ ചില ആളുകൾ മലയാളികൾക്ക് തന്നെ ആകെ നാണക്കേടുണ്ടാക്കുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, മറ്റു നാടുകളിൽ പോയാലും അവന്മാരുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടാകില്ല. കർണാടകയിൽ ഒരു സീരിയൽ നടിക്ക് നിരന്തരം അശ്ലീല സന്ദേശങ്ങളും അശ്ലീല വീഡിയോകളും അയച്ച മലയാളിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പേര് നവീൻ കെ മോൻ. പെണ്ണുങ്ങൾക്ക് ഫോണിൽ അശ്ലീല സന്ദേശം അയക്കുന്നതാണ് ഈ മോന്റെ പരിപാടി. കന്നഡ നടിക്ക് ഇങ്ങനെ അശ്ലീല മെസ്സേജ് അയച്ചതോടെ യുവാവിന് പിടിവീണു. കർണാടകയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഡെലിവറി മാനേജരായി ജോലി ചെയ്യുന്ന നവീനെ ബംഗളൂരു പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മൂന്ന് മാസം മുൻപാണ് നവീൻ കെ മോൻ സമൂഹമാധ്യമങ്ങളിലൂടെ മോശം പെരുമാറ്റം ആരംഭിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. ആദ്യം ഫേസ്ബുക്കിൽ നവീൻസ് എന്ന പേരിൽ പ്രൊഫൈലിൽ നിന്ന് നടിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് എത്തി. എന്നാൽ നടി റിക്വസ്റ്റ് സ്വീകരിച്ചില്ല. ഇതിനു പിന്നാലെ മെസ്സഞ്ചറിൽ ഇതേ പ്രൊഫൈലിൽ നിന്ന് നടിക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കാൻ തുടങ്ങി. ദിവസവും ഇത്തരം സന്ദേശങ്ങൾ ലഭിച്ചതോടെ നടി ഇയാളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. എന്നാൽ ഇയാൾ മറ്റൊരു അക്കൗണ്ടിൽ നിന്ന് വീണ്ടും സന്ദേശങ്ങൾ അയക്കുകയായിരുന്നു. ഓരോ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യുമ്പോഴും പ്രതി പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ നിന്ന് വീണ്ടും സന്ദേശങ്ങൾ അയക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. പ്രതിയുടെ സ്വകാര്യ ഭാഗങ്ങളുടെ വീഡിയോകളും നിരന്തരം അയച്ചിരുന്നു. വ്യത്യസ്തമായ പ്രൊഫൈലുകളിൽ നിന്നാണ് ഇത്തരം സന്ദേശങ്ങളും വീഡിയോകളും നടിക്ക് ലഭിച്ചത്. അതിക്രമം തുടർന്നതോടെ പ്രതിയെ കണ്ടെത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി നവംബർ 1 വന്ന സന്ദേശത്തിന് നടി മറുപടി നൽകി. നേരിട്ട് കാണണമെന്നാവശ്യപ്പെട്ടു. തുടർന്ന് നന്ദൻ പാലസിൽ വെച്ച് പ്രതിയെ നടി നേരിട്ട് കാണുകയും സന്ദേശങ്ങൾ അയക്കുന്നത് സംബന്ധിച്ച് താക്കീത് നൽകുകയും ചെയ്തു. ഇനി ശല്യപ്പെടുത്തരുതെന്നും ആവശ്യപ്പെട്ടെങ്കിലും യുവാവ് വിസമ്മതിച്ചതോടെയാണ് നടി പോലീസിൽ പരാതി നൽകിയത്. സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനാണ് നവീൻ. ലൈംഗികാതിക്രമത്തിനും സമൂഹമാധ്യമം വഴി അധിക്ഷേപിച്ചു എന്നതിനുമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ബംഗളൂരു. കുട്ടിക്കാലം മുതൽ മോഷണവും പിടിച്ചുപറിയും 33 വയസ്സിനിടെ 5ഓളം കൊലക്കേസുകൾ. കേരളത്തിലും തമിഴ്നാട്ടിലുമായി ആകെ 53 കേസുള്ള കൊടും കുറ്റവാളി. വേഷം മാറി നടക്കുന്നതിൽ അതിവിദഗ്ധൻ. ഒരു സ്ഥലത്ത് ലുങ്കിയാണ് വേഷമെങ്കിൽ മറ്റൊരിടത്ത് പ്രത്യക്ഷപ്പെടുന്നത് ജീൻസും കൂളിംഗ് ഗ്ലാസും ഒക്കെ ധരിച്ച്. തെങ്കാശിയിലെ ഗുണ്ടാ സംഘത്തലവൻ ബാലമുരുകന്റെ പേര് കേട്ടാൽ പോലീസ് പോലും ഭയക്കുന്നൊരു കാലമുണ്ടായിരുന്നു. വിയ്യൂരിൽ നിന്നും ഇയാൾ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. കഴിഞ്ഞ ദിവസം ഒരു കേസുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിലെടുത്ത് തിരികെ കൊണ്ടുവരുമ്പോഴാണ് പ്രതി കടന്നു കളഞ്ഞത്. ഇടുക്കിയിലെ ഒരു മോഷണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ബാലമുരുകൻ കുറച്ചു മാസങ്ങളായി വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലായിരുന്നു. പ്രതിക്ക് രക്ഷപ്പെടാൻ തമിഴ്നാട് പോലീസ് സൗകര്യം ഒരുക്കിയതാണോ എന്ന് സംശയിക്കുന്നുണ്ട്. കൊലപാതകം, സ്വർണ്ണ കവർച്ച, മോഷണം തുടങ്ങി 54 കേസുകളിൽ പ്രതിയാണ് തമിഴ്നാട് തെങ്കാശി സ്വദേശിയായ ബാലമുരുകൻ മാടസ്വാമി. 6 വർഷമായി തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിൽ തടവിലായിരുന്ന പ്രതിയെ കഴിഞ്ഞ ഞായറാഴ്ചയാണ് മറ്റൊരു കേസന്വേഷണത്തിനായി തമിഴ്നാട് വിരുദനഗർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്.
അന്വേഷണം പൂർത്തീകരിച്ച് തിങ്കളാഴ്ച രാത്രി 9:45 പ്രതിയെ തിരികെ ജയിലിലെത്തിക്കാനാണ് തമിഴ്നാട് പോലീസ് ശ്രമിച്ചത്. ആലത്തൂർ എത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാനായി ബാലമുരുകന്റെ കൈവിലങ്ങ് അഴിച്ചിരുന്നു. എന്നാൽ തുടർന്നിങ്ങോട്ട് കൈവിലങ്ങ് അണിയിച്ചിരുന്നില്ല. മതൽഗുഡി സ്റ്റേഷൻ SI നാഗരാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കാറിൽ വിയൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് എത്തിച്ചത്. ശുചിമുറിയിൽ പോകണമെന്ന് പറഞ്ഞ് വാഹനം നിർത്തിച്ച ഇയാൾ തുടർന്ന് പോലീസുകാരെ കബളിപ്പിച്ച് ജയിൽ വളപ്പിലെ മതിൽ ചാടി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് സംഘം പിന്നാലെ ഓടി പ്രതിയെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും പ്രദേശത്തെക്കുറിച്ച് ധാരണയുള്ള ബാലമുരുകൻ ഈ സമയം കൊണ്ട് രക്ഷപ്പെട്ടു. പ്രദേശത്തെ ആളൊഴിഞ്ഞ പറമ്പുകൾ, കിണറുകൾ, ഉയരമുള്ള മരങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ച് 100-ലധികം പോലീസുകാർ തെരച്ചിൽ നടത്തിയെങ്കിലും പ്രതിയെക്കുറിച്ച് സൂചനയൊന്നും ലഭിച്ചിട്ടില്ല. തനിക്കെതിരെ സാക്ഷി പറഞ്ഞ സ്ത്രീയെ ക്രൂരമായി വകവരുത്തിയ കേസും ഇയാൾക്കെതിരെയുണ്ട്. പക മനസ്സിൽ വെച്ച് ക്രിമിനൽ പ്രവർത്തനം നടത്തുന്ന ബാലമുരുകൻ ജയിലിലും പ്രശ്നക്കാരനായിരുന്നു. അതുകൊണ്ട് ഇയാളെ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലാണ് പാർപ്പിച്ചിരുന്നത്. 54 കേസുകളിൽ പ്രതിയായതിനാൽ പല കേസുകളും തമിഴ്നാട്ടിലാണ് നടക്കുന്നത്. അവിടേക്ക് ഇടയ്ക്കിടെ ഇയാളെ വിചാരണയ്ക്കും മറ്റുമായി കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള യാത്രയാണ് ബാലമുരുകൻ വീണ്ടും ജയിൽ ചാട്ടത്തിന് അവസരമാക്കിയത്. കഴിഞ്ഞ വർഷവും വിയ്യൂർ ജയിലിന് മുന്നിൽ നിന്ന് ബാലമുരുകൻ രക്ഷപ്പെട്ടിരുന്നു. തമിഴ്നാട്ടിൽ തെളിവെടുപ്പിന് ശേഷം വിയ്യൂരിലെത്തിച്ചപ്പോൾ ഉദ്യോഗസ്ഥരെ തള്ളിമാറ്റി രക്ഷപ്പെടുകയായിരുന്നു. 2023 സെപ്റ്റംബർ 24 മുതൽ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലായിരുന്നു ഇയാൾ. സംഭവത്തിൽ തമിഴ്നാട് പോലീസിന്റെ വീഴ്ച വ്യക്തമായതോടെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ വിവിധ സംഘങ്ങൾക്ക് പ്രത്യേക അന്വേഷണ ചുമതല നൽകിയാണ് നിലവിലുള്ള പ്രതിക്കായുള്ള അന്വേഷണം തുടരുന്നത്. തമിഴ്നാട് പോലീസിന്റെ മൊഴി പുനഃപരിശോധിച്ച ശേഷമാണ് നടപടി. CCTV ദൃശ്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ജയിൽ വളപ്പിൽ നിന്ന് തന്നെ ബാലമുരുകന്റേതെന്ന് കരുതുന്ന ചെരുപ്പ് കൂടി ലഭിച്ചതോടെ ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ചും തെരച്ചിൽ തുടരുകയാണ്. തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴികളിലടക്കം വ്യക്തത വരുത്തുന്നതിനും പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനുമാണ് കേരള പോലീസിന്റെ ശ്രമം. ന്യൂസ് 18 കൊച്ചി. തമിഴ്നാടിനെ നടുക്കിയ കോയമ്പത്തൂർ കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾക്ക് വേണ്ടി പകലും രാത്രിയും നീണ്ട തിരച്ചിൽ. അതിനിടെ നഗരത്തിൽ നിന്നു മാറി വെള്ളക്കിണറെന്ന പ്രദേശത്ത് അക്രമികൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യവിവരം. പോലീസ് വീട് വളഞ്ഞതോടെ വടിവാളും ആയുധങ്ങളുമായി രക്ഷപ്പെടാനുള്ള പ്രതികളുടെ നീക്കം. ആക്രമണം ചെറുക്കാൻ പോലീസിന്റെ വെടിവെപ്പ്. നാടകീയ നീക്കത്തിനൊടുവിൽ 3 പ്രതികളും പിടിയിൽ. വെടിയേറ്റ ഗുണ, കാർത്തിക്, കാളീശ്വരൻ എന്നിവരും പരിക്കേറ്റ പോലീസുകാരും ആശുപത്രിയിൽ ചികിത്സയിലാണ്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. സ്വകാര്യ കോളേജിലെ MBA വിദ്യാർത്ഥിനിയായ 19-കാരിയെ തട്ടിക്കൊണ്ടുപോയി 3-അംഗ സംഘം കൂട്ടബലാത്സംഗം ചെയ്തെന്ന കേസിലാണ് പോലീസിന്റെ മിന്നൽ നീക്കം. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതികൾ കോയമ്പത്തൂരിന് സമീപം വെള്ളക്കിണറിൽ ഒളിച്ചു കഴിയുകയാണെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 3 പേരും പിടിയിലാകുന്നത്. പുലർച്ചെയോടെ സ്ഥലത്തെത്തിയ പോലീസ് വീട് വളഞ്ഞു. അതിനിടെ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചതോടെ പ്രതികൾക്ക് നേരെ വെടിവെപ്പ്. പ്രതികളായ ഗുണയുടെ ഒരു കാലിനും കറുപ്പുസ്വാമിയുടെയും കാളീശ്വരന്റെയും 2 കാലുകൾക്കും വെടിയേറ്റതായാണ് വിവരം. ഒളിപ്പിച്ചു വെച്ച വടിവാൾ ഉപയോഗിച്ചായിരുന്നു പ്രതികൾ പോലീസിനെ ആക്രമിച്ചത്. പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്രശേഖറിന്റെ ഇടത് കൈത്തണ്ടയിൽ ഗുരുതരമായി പരിക്കേറ്റു. പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥനെയും പ്രതികളെയും കോയമ്പത്തൂർ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അറസ്റ്റിലായ ഗുണ, കറുപ്പുസ്വാമി, കാളീശ്വരൻ എന്നിവർ ശിവഗംഗ ജില്ലയിൽ നിന്നുള്ളവരെന്നാണ് പോലീസ് നൽകുന്ന വിവരം.
കറുപ്പുസ്വാമിയും കാളീശ്വരനും സഹോദരങ്ങളാണ്. 3 പേർക്കെതിരെയും കൊലപാതകം, കവർച്ച തുടങ്ങി നിരവധി കേസുകൾ നിലവിലുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഞായറാഴ്ചയാണ് കോയമ്പത്തൂർ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം വൃന്ദാവൻ നഗറിൽ സുഹൃത്തുമായി കാറിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ 3 അംഗ സംഘം എത്തി പെൺകുട്ടിയെ ആക്രമിച്ചത്. ഇരുചക്ര വാഹനത്തിലെത്തിയ സംഘം കാറിലുണ്ടായിരുന്ന യുവാവിനെ അരിവാൾ കൊണ്ട് വെട്ടിയ ശേഷം വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ഒറ്റപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി യുവതിയെ ബലാത്സംഗം ചെയ്ത പ്രതികൾ കടന്നു കളഞ്ഞു. പരിക്കേറ്റ ആൺസുഹൃത്ത് പോലീസിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള സ്വകാര്യ കോളേജിന് പിന്നിലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് അബോധാവസ്ഥയിൽ പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. യുവതിയെ നഗ്നയാക്കി ഉപേക്ഷിച്ച ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത്. പുലർച്ചെ 4ഓടെയാണ് രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് 18 കോയമ്പത്തൂർ. മദ്യപിച്ച് ലക്കുകെട്ട് ട്രെയിനിലുള്ള യാത്ര, അതിനിടെ പുകവലി. ഇത് ചോദ്യം ചെയ്ത പെൺകുട്ടിയെ ഓടുന്ന ട്രെയിനിൽ നിന്നും ചവിട്ടി ട്രാക്കിലേക്കിട്ട് കൊലപ്പെടുത്താൻ ശ്രമം. തിരുവനന്തപുരം വർക്കലയിൽ 19-കാരിയെ ട്രെയിനിൽ നിന്നും ചവിട്ടിത്തെറിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. അന്വേഷണ സംഘത്തിന് ലഭിച്ച ട്രെയിനിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത്. പ്രതി സുരേഷ് കുമാർ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ RPF ആണ് അന്വേഷണ സംഘത്തിന് കൈമാറിയത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ള ശ്രീകുട്ടിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. പ്രതി സുരേഷ് കുമാർ റിമാൻഡിലാണ്. തിരുവനന്തപുരത്തേക്കുള്ള കേരള എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഞായറാഴ്ച രാത്രിയായിരുന്നു അതിക്രമം. സംഭവത്തിൽ നിർണായക CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. 2 പെൺകുട്ടികളും ട്രെയിനിന്റെ വാതിൽ ഭാഗത്തിനടുത്തുള്ളത് ദൃശ്യങ്ങളിൽ കാണാമെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതിയായ സുരേഷ് കുമാർ ശ്രീകുട്ടിയെ ചവിട്ടിത്തള്ളിയിടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഒപ്പമുണ്ടായിരുന്ന അർച്ചനയെ പ്രതി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ടെന്നാണ് വിവരം. സുരേഷും ശ്രീകുട്ടിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായതായി CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. രാത്രി 8:30 കഴിഞ്ഞ് വർക്കല അയന്തി ഭാഗത്ത് വെച്ചായിരുന്നു അതിക്രമം. RPF ആണ് അന്വേഷണ സംഘത്തിന് CCTV ദൃശ്യങ്ങൾ കൈമാറിയത്. വാതിൽക്കൽ നിന്ന് മാറാഞ്ഞതിന്റെ ദേഷ്യത്തിലാണ് ആക്രമിച്ചതെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. മദ്യലഹരിയിലായിരുന്നു തന്റെ പ്രവൃത്തിയെന്ന് ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. അതേസമയം പുക വലിച്ചുകൊണ്ട് അടുത്തെത്തിയ സുരേഷിനോട് ശ്രീകുട്ടി മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതും പ്രകോപന കാരണമായെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പെൺകുട്ടി ആക്രമിക്കപ്പെട്ട ട്രെയിനിന്റെ ബോഗിയിലും പോലീസ് പരിശോധന നടത്തി. തിരുവനന്തപുരം പാലോട് സ്വദേശിനിയാണ് ശ്രീകുട്ടി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന ശ്രീകുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. തലയ്ക്കും നട്ടെല്ലിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. അമേരിക്കയിലെ സ്കൂളുകളിലും ഷോപ്പിംഗ് മാളിലുമൊക്കെ തോക്കുമായി എത്തി വെടിവെക്കുകയും കൂട്ടക്കുരുതി നടത്തുകയും ചെയ്യുന്ന യുവാക്കളെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നാറില്ലേ? ആ അമേരിക്കൻ സംസ്കാരം ഇപ്പോൾ ഇന്ത്യയിലേക്കും വ്യാപിക്കുകയാണ്. പകയും പ്രതികാരവും വിട്ടാൻ തോക്കും ആയുധങ്ങളും എടുക്കുന്ന യുവാക്കൾ. നമ്മുടെ നാടിന്റെ മാറുന്ന മുഖമാണിത്. ഹരിയാനയിലെ ഫരീദാബാദിലാണ് പ്രണയപ്പകയെ തുടർന്ന് 17-കാരിക്ക് നേരെ യുവാവ് വെടിയുതിർത്തത്. കോച്ചിംഗ് ക്ലാസ്സിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പെൺകുട്ടിയെ കാത്തുനിന്ന യുവാവ് വെടിവെക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കരുതിക്കൂട്ടിയുള്ള ആക്രമണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം.
ഫരീദാബാദ് ജില്ലയിലെ ബല്ലബഗ്ഡയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. വെടിയുതിർത്ത ജതിൻ മംഗ്ല എന്ന യുവാവിനെ പോലീസ് തിരയുകയാണ്. ആക്രമണം നടന്ന ഇടവഴിയിലെ CCTV ദൃശ്യങ്ങളിൽ ജതിൻ ബാഗിൽ എന്തോ ഒളിപ്പിക്കുന്നതും പെൺകുട്ടിക്കായി കാത്തുനിൽക്കുന്നതും വ്യക്തമാണ്. തുടർന്ന് സുഹൃത്തുക്കൾക്കൊപ്പം നടന്നു വരികയായിരുന്ന പെൺകുട്ടിക്ക് നേരെ ഇയാൾ നടന്നെടുക്കുകയും വെടിയുതിർക്കുകയുമായിരുന്നു. തോളിലും വയറിലും വെടിയേറ്റ പെൺകുട്ടി നിലവിളിച്ചപ്പോൾ ജതിൻ സംഭവസ്ഥലത്ത് നിന്ന് ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. പെൺകുട്ടിക്കെതിരെ ഇയാൾ കരുതിക്കുട്ടി ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ഇരുവരും തമ്മിൽ പരിചയമുണ്ടെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ജതിൻ കുറച്ചു ദിവസങ്ങളായി പെൺകുട്ടിയെ പിന്തുടർന്ന് ശല്യപ്പെടുത്താറുണ്ടായിരുന്നു. പരാതി നൽകാൻ ഒരുങ്ങിയപ്പോൾ യുവാവിന്റെ വീട്ടുകാർ അപേക്ഷിച്ചതിനാൽ പിന്തിരിയുകയായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴി. ന്യൂസ് 18 ഡൽഹി. നിനക്കായി ഞാൻ എൻ്റെ ഭാര്യയെ കൊന്നു. ബംഗളൂരുവിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിന് ശേഷം ഭർത്താവ് ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡി കാമുകിക്കയച്ച സന്ദേശമാണിത്. പ്രതിയുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതോടെയാണ് കേസിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവന്നത്. മറ്റൊരു യുവതിയുമായി മഹേന്ദ്ര റെഡ്ഡിക്കുള്ള ബന്ധവും കൊലയ്ക്ക് കാരണമായിട്ടുണ്ടെന്നും പോലീസിന്റെ കണ്ടെത്തലുണ്ട്. ഡോക്ടർ കൃതിക റെഡ്ഡിയെ അനസ്തേഷ്യയ്ക്കുള്ള മരുന്ന് അമിതമായ അളവിൽ കുത്തിവെച്ചാണ് ഭർത്താവ് കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ഏപ്രിൽ 21-നായിരുന്നു ഡോക്ടർ കൃതിക റെഡ്ഡി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത്. വീട്ടിൽ വെച്ച് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ടെന്നും തുടർന്ന് ഭാര്യയെ ആശുപത്രിയിൽ എത്തിച്ചെന്നുമായിരുന്നു ഡോക്ടർ മഹേന്ദ്ര റെഡ്ഡിയുടെ മൊഴി. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കൃതികയുടെ മരണം സംഭവിച്ചിരുന്നു. മരണം നടന്ന് 6 മാസത്തിന് ശേഷമാണ് ഭർത്താവ് അറസ്റ്റിലായത്. അനസ്തേഷ്യയ്ക്കുള്ള മരുന്ന് അമിതമായ അളവിൽ കുത്തിവെച്ചാണ് കൃതിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ജനറൽ സർജനായ പ്രതി തന്റെ വൈദഗ്ധ്യം ഉപയോഗിച്ച് സംഭവം സ്വാഭാവിക മരണമായി വരുത്തി തീർക്കാനാണ് ശ്രമിച്ചതെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു. അതിനിടെയാണ് മറ്റൊരു യുവതിയുമായി മഹേന്ദ്ര റെഡ്ഡിക്കുള്ള ബന്ധവും കൊലയ്ക്ക് കാരണമായിട്ടുണ്ടെന്ന അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഭാര്യയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ മഹേന്ദ്ര റെഡ്ഡി കാമുകിക്ക് സന്ദേശം അയച്ചതായും ഇതിന് തെളിവുകൾ ലഭിച്ചതായും പോലീസ് പറഞ്ഞു. മൊബൈൽ ഫോണിലെ ഡിജിറ്റൽ പേയ്മെന്റ് ആപ്ലിക്കേഷനിലൂടെയാണ് മഹേന്ദ്ര റെഡ്ഡി കാമുകിക്ക് സന്ദേശം അയച്ചിരുന്നത്. മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതോടെയാണ് ഇത് കണ്ടെടുത്തത്. കേസിൽ മഹേന്ദ്ര റെഡ്ഡിയുടെ കാമുകിയെയും പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ മൊഴിയും രേഖപ്പെടുത്തി. എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കൊല്ലപ്പെട്ട കൃതിക റെഡ്ഡി ബംഗളൂരു വിക്ടോറിയ ആശുപത്രിയിലെ ഡെർമറ്റോളജിസ്റ്റ് ആയിരുന്നു. ഭർത്താവ് മഹേന്ദ്ര റെഡ്ഡി ഇതേ ആശുപത്രിയിൽ ജനറൽ സർജനും. 2024 മെയ് 26-നായിരുന്നു ഇരുവരുടെയും വിവാഹം. കൃതികയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് ആദ്യം കേസെടുത്തിരുന്നത്. തുടർന്ന് ദമ്പതിമാരുടെ വീട്ടിൽ ഫോറൻസിക് സംഘം വിശദമായ പരിശോധന നടത്തി. സംശയാസ്പദമായ സാഹചര്യത്തിൽ കാനുല സെറ്റും ഇഞ്ചക്ഷൻ സെറ്റും മറ്റു ചില മെഡിക്കൽ ഉപകരണങ്ങളും പരിശോധനയിൽ കണ്ടെടുത്തു. ഇതിനിടെ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം വന്നതും കേസിൽ നിർണായകമായി. ഈ പരിശോധനയിലാണ് ശരീരത്തിൽ അനസ്തേഷ്യ മരുന്നിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതോടെ മരുമകനെ സംശയമുണ്ടെന്ന് കാട്ടി കൃതികയുടെ പിതാവ് പോലീസിനെ സമീപിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മഹേന്ദ്ര റെഡ്ഡി അറസ്റ്റിലായത്. ന്യൂസ് 18 ബംഗളൂരു. വെറും 10 മില്ലിലിറ്റർ മദ്യം കൈവശം വെച്ചതിന് യുവാവിനെ അറസ്റ്റ് ചെയ്ത പോലീസിന് കോടതിയുടെ രൂക്ഷ വിമർശനം. ഇത് ബനാന റിപ്പബ്ലിക് അല്ലെന്നും ഇന്ത്യയാണെന്നുമായിരുന്നു മലപ്പുറം മഞ്ചേരി കോടതിയുടെ പരാമർശം. പ്രതിയുടെ ദരിദ്ര പശ്ചാത്തലമാണോ പോലീസിന്റെ ഈ സത്യസന്ധതയ്ക്ക് കാരണമെന്നും കോടതി ചോദിച്ചു. വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത യുവാവിന് കോടതി പിന്നീട് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. 3 ലിറ്റർ മദ്യം വരെയും കൈവശം വെക്കാൻ നിയമം അനുവദിക്കുമ്പോൾ എന്തിനായിരുന്നു അറസ്റ്റ് എന്ന വിമർശനമാണ് ഉയർന്നത്. അബ്കാരി നിയമം
നിയമം ലംഘിച്ചെന്നാരോപിച്ചാണ് പൈങ്കണ്ണൂർ വാര്യത്തൊടി സ്വദേശി ധനേഷ് എന്ന 32-കാരനെ വളാഞ്ചേരി പോലീസ് കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്തത്. ഒക്ടോബർ 25-ന് അറസ്റ്റ് ചെയ്ത ധനേഷിനെ തിരൂർ കോടതിയിൽ ഹാജരാക്കി 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ജാമ്യാപേക്ഷയുമായി മഞ്ചേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനായ വളാഞ്ചേരി SIയെ രൂക്ഷമായി വിമർശിച്ചത്. 10 മില്ലി ലിറ്റർ മദ്യം കൈവശം വയ്ക്കുന്നത് അത്ര വലിയ കുറ്റമാണോ എന്നും ഏതെങ്കിലും ബനാന റിപ്പബ്ലിക്കിലല്ല ഇത് നടന്നതെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലാണെന്നും കോടതി വിമർശിച്ചു. ദരിദ്ര പശ്ചാത്തലത്തിലുള്ള ഒരാളാണ് ധനേഷ് എന്നതുകൊണ്ടാണോ പോലീസ് ഇൻസ്പെക്ടർക്ക് ഇത്ര സത്യസന്ധതയെന്നും കോടതി ചോദിച്ചു. പിന്നാക്കം നിൽക്കുന്ന ആളുകളെ കേസിൽപ്പെടുത്താനുള്ള അനാവശ്യ താൽപര്യമാണ് ഇൻസ്പെക്ടറുടേതെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും കോടതി നിർദ്ദേശിച്ചു. 10 മില്ലി ലിറ്റർ മദ്യം കൈവശം വെച്ചതിനാണ് ധനേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. 3 ലിറ്റർ മദ്യം വരെ ഒരാൾക്ക് കൈവശം വയ്ക്കാൻ നിയമം അനുവദിക്കുമ്പോൾ എന്തിനായിരുന്നു അറസ്റ്റെന്ന് കോടതി ചോദിച്ചു. ബാർബർ തൊഴിലാളിയാണ് ധനേഷ്. ജോലി ആവശ്യാർത്ഥം ലോഷനായി ഉപയോഗിച്ചതാകില്ലേ ഇതെന്നും കോടതി ചോദിക്കുകയുണ്ടായി. തുടർന്ന് ധനേഷിന് കോടതി ജാമ്യം അനുവദിച്ചു. സെഷൻസ് ജഡ്ജി സനൽകുമാറാണ് പോലീസിനെ രൂക്ഷമായി വിമർശിച്ചത്. ന്യൂസ് 18 തിരൂർ. വയനാട്ടിൽ നിന്ന് തായ്ലാന്റിലേക്ക് വെറും കൈയോടെ വിനോദയാത്ര പോയ യുവാവ് തിരികെ എത്തിയപ്പോൾ കൈവശം 6.5 കോടിയുടെ കഞ്ചാവ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 6.5 കിലോ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയപ്പോഴാണ് അബ്ദുൾ സമദിന്റെ ടൂറിന് പിന്നിലെ ഗുട്ടൻസ് മനസ്സിലായത്. ബാങ്കോക്കിൽ നിന്ന് കൊച്ചിയിലേക്ക് കഞ്ചാവ് കടത്തുമ്പോഴാണ് യുവാവിന് കസ്റ്റംസിന്റെ പിടി വീണത്. ഇയാൾ ആർക്കു വേണ്ടിയാണ് ലഹരി വസ്തുക്കൾ കൊണ്ടുവന്നതെന്നോ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്നോ വ്യക്തമല്ല. സമദ് ഇതിനു മുൻപും കഞ്ചാവ് കടത്തിയിട്ടുണ്ടോ എന്ന് കസ്റ്റംസ് പരിശോധിക്കുകയാണ്. കൊച്ചി കസ്റ്റംസ് ഇന്റലിജൻസ് ഡെപ്യൂട്ടി കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 6.5 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയത്. സംഭവത്തിൽ വയനാട് സ്വദേശി അബ്ദുൾ സമദിനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു. സമീപകാലത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നടത്തിയ വൻ ലഹരി വേട്ടയാണിത്. വിയറ്റ് ജെറ്റ് എയർവേസിലാണ് ഇയാൾ എത്തിയത്. ബാങ്കോക്കിൽ നിന്നും വിയറ്റ്നാം വഴി കൊച്ചിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇയാളുടെ ലഗേജിൽ നടത്തിയ പരിശോധനയിലാണ് ഹൈബ്രിഡ് കഞ്ചാവ് കണ്ടെത്തിയത്. അബ്ദുൾ സമദ് ഇതിനു മുൻപും കഞ്ചാവ് കടത്തിയിട്ടുണ്ടോ എന്ന് കസ്റ്റംസ് പരിശോധിക്കുന്നുണ്ട്. ഇയാൾ ആർക്കു വേണ്ടി കൊണ്ടുവന്നു, എങ്ങനെയാണ് വിപണനം തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി. കുട്ടിക്കാലം മുതൽ കായിക താരം, പഠനത്തിന് ശേഷം കായിക അധ്യാപകനായി വിവിധ സ്കൂളുകളിൽ ജോലി. മലപ്പുറം കൂട്ടിലങ്ങാടി സ്വദേശി ചേലോടൻ മുജീബ് റഹ്മാന്റെ ആഡംബര ജീവിതത്തിന് അധ്യാപക ജോലിയിൽ നിന്നുള്ള ശമ്പളം മാത്രം മതിയായിരുന്നില്ല. അങ്ങനെയാണ് ജോലി ഉപേക്ഷിച്ച അയാൾ ലഹരി കച്ചവടത്തിലേക്ക് തിരിഞ്ഞത്. വിൽപ്പനയ്ക്കായി എത്തിച്ച 416 ഗ്രാം MDMAയുമായി പിടിയിലായതോടെ മുൻ കായിക അധ്യാപകന്റെ വഴിവിട്ട ഇടപാടുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നുണ്ട്. മുജീബ് റഹ്മാനെ ഡാൻസ് ഓഫ് സംഘമാണ് അറസ്റ്റ് ചെയ്തത്. അതിനിടെ പെരിന്തൽമണ്ണയിൽ 52 ഗ്രാം ഹെറോയിനുമായി ഇതര സംസ്ഥാന തൊഴിലാളിയും എക്സൈസിന്റെ പിടിയിലാണ്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങാടിപ്പുറം പുത്തനങ്ങാടി മാലാപ്പറമ്പ് ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് ലഹരിമരുന്നുമായി മുൻ കായികാധ്യാപകനെ അറസ്റ്റ് ചെയ്തത്. കൂട്ടിലങ്ങാടി കടുങ്ങോത്ത് സ്വദേശി ചേലോടൻ മുജീബ് റഹ്മാനാണ് പിടിയിലായത്. ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് MDMA, മെത്താഫെറ്റമിൻ തുടങ്ങിയ രാസലഹരി മരുന്നുകൾ വൻതോതിൽ കടത്തിക്കൊണ്ടുവരികയും മറ്റു ജില്ലകളിലെ മൊത്ത വിൽപ്പനക്കാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവരെക്കുറിച്ചും ഇടനിലക്കാരെക്കുറിച്ചും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥ് IPSന് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലോഡ്ജിൽ പരിശോധന നടത്തിയത്.
ജില്ലയിലെ ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണിയും ഇടനിലക്കാരനുമാണ് മുജീബ് റഹ്മാൻ എന്ന ചോദ്യം ചെയ്യലിൽ സൂചന ലഭിച്ചിട്ടുണ്ട്. 416 ഗ്രാം MDMA ആണ് ഇയാളിൽ നിന്ന് പിടിച്ചത്. വീര്യം കൂടിയതും ക്രിസ്റ്റൽ രൂപത്തിലുള്ളതുമായ ഇത്തരം ലഹരിമരുന്നിന് ചില്ലറ വിപണിയിൽ 20 ലക്ഷത്തോളം രൂപ വിലയുണ്ട്. ജില്ലയിൽ തന്നെയുള്ള ഏജന്റുമാർ മുഖേന പ്രത്യേക കാരിയർമാർ വഴിയാണ് കളിപ്പാട്ടങ്ങളിലും മറ്റും ഒളിപ്പിച്ച് മറ്റിടങ്ങളിലേക്ക് ലഹരി കടത്തിയിരുന്നത്. ഹൈവേ പരിസരങ്ങളിലുള്ള പ്രത്യേക സ്ഥലങ്ങളാണ് ഇതിനുവേണ്ടി തെരഞ്ഞെടുക്കുന്നത്. ലഹരിക്കടത്ത് സംഘത്തിലെ മറ്റു കണ്ണികളെക്കുറിച്ചുള്ള സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മുജീബ് ജില്ലയിലും പുറത്തുമുള്ള പല സ്കൂളുകളിലും കായികാധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട്. 1 വർഷം മുമ്പാണ് അമിത സാമ്പത്തിക ലാഭം ലക്ഷ്യം വെച്ച് ലഹരിക്കടത്ത് തുടങ്ങിയതെന്ന് പോലീസ് പറയുന്നു. പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനും അന്വേഷണം നടത്തുന്നതിനുമായി കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പെരിന്തൽമണ്ണ DYSP A പ്രേംജിത്ത്, ഇൻസ്പെക്ടർ സുമേഷ് സുധാകരൻ എന്നിവർ അറിയിച്ചു. $52 ഗ്രാം ഹെറോയിനുമായാണ് ഇതര സംസ്ഥാന തൊഴിലാളിയെ പെരിന്തൽമണ്ണയിൽ എക്സൈസ് പിടികൂടിയത്. പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയിൽ കരിങ്കല്ലത്താണിയിൽ നിന്നാണ് അസം സ്വദേശി മുസഹിദുൽ ഇസ്ലാം പിടിയിലായത്. ഹെറോയിന്റെ ഉറവിടത്തെക്കുറിച്ച് പെരിന്തൽമണ്ണ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ അനൂപ് B അന്വേഷണം നടത്തി വരികയാണ്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് 18 മലപ്പുറം. പത്തനംതിട്ട നഗരം കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ പതിവാകുന്നു. കഴിഞ്ഞ രാത്രി ടൗൺ ഹാളിന് സമീപമുള്ള വ്യാപാര സ്ഥാപനത്തിൽ കവർച്ച നടന്നു. കമ്പിപ്പാര കൊണ്ട് കട കുത്തി തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് പണവും സാധനങ്ങളും അപഹരിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് പ്രതിക്ക് വേണ്ടി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മോഷണം നടത്തിയതെന്നാണ് സൂചന. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് പത്തനംതിട്ട നഗരമധ്യത്തിൽ മണിയുടെ ഉടമസ്ഥതയിലുള്ള കടയിൽ മോഷണം നടന്നത്. കമ്പിപ്പാര കൊണ്ട് കടയുടെ കതക് കുത്തി തുറന്ന് അകത്ത് കടന്ന മോഷ്ടാവ് കടയിൽ സൂക്ഷിച്ചിരുന്ന പണവും സാധനങ്ങളും അപഹരിച്ചു. രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. രാത്രികാലങ്ങളിൽ നഗരത്തിൽ മതിയായ വെളിച്ചമില്ലാത്തതും മോഷണം നടന്ന കടയ്ക്ക് മുന്നിലെ തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തതും മോഷണം നടത്താൻ സഹായകരമായി. മുൻപും സമാനമായ രീതിയിൽ ഈ കടയിൽ മോഷണം നടന്നിട്ടുണ്ട്. കടയിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മോഷണം നടത്തിയതെന്നാണ് സൂചന ലഭിച്ചിട്ടുള്ളത്. ന്യൂസ് 18 പത്തനംതിട്ട. ശബരിമലയിലെ സ്വർണ്ണ മോഷണ കേസിൽ മുൻ ദേവസ്വം കമ്മീഷണറും ബോർഡ് പ്രസിഡന്റുമായിരുന്ന N വാസുവിന്റെ പങ്കെന്താണ്? കട്ടിളപ്പാളിയിൽ പതിച്ചിരുന്ന സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ എന്നതൊഴിവാക്കി ചെമ്പുപാളികളെന്ന് മാത്രം എഴുതിയത് വാസുവിന്റെ അറിവോടെ എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വേണ്ടി നൽകിയ അപേക്ഷയിലാണ് 3-ാം പ്രതി വാസുവിനെ കുറിച്ചുള്ള ഗുരുതര പരാമർശങ്ങൾ. അതേസമയം ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതി സ്വമേധയാ പുതിയ ഹർജി രജിസ്റ്റർ ചെയ്തു. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശമനുസരിച്ചാണ് നടപടി. ശബരിമലയിലെ വാതിൽപ്പാളിയിലെ 409 ഗ്രാം സ്വർണം മോഷണം പോയതുമായി ബന്ധപ്പെട്ട കേസിലാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ട കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യലിന് വേണ്ടി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ അപേക്ഷ നൽകിയത്. ആ അപേക്ഷയിലാണ്
അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന, അതായത് 2019 മാർച്ച് 19 ദേവസ്വം കമ്മീഷണറുടെ ചുമതലയിലുണ്ടായിരുന്ന എൻ വാസുവിനെതിരെ ഉൾപ്പെടെ ഗുരുതരമായ പരാമർശങ്ങൾ അടങ്ങുന്ന കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയുന്ന കാര്യം, ഈ വാതിൽപ്പാളി, അതായത് 42.100 ഗ്രാം ഭാരമുള്ള ഈ വാതിൽപ്പാളി, ആ വാതിൽപ്പാളി ചെമ്പ് കൊണ്ടുള്ള വാതിൽപ്പാളിയായിരുന്നു. ആ ചെമ്പിൽ സ്വർണം പൊതിഞ്ഞ വാതിൽപ്പാളിയായിരുന്നു. അതിലെ സ്വർണം പൊതിഞ്ഞത് എന്ന പരാമർശം ഒഴിവാക്കി ചെമ്പ് എന്ന് മാത്രം എഴുതിയത് 3ാം പ്രതിയായിട്ടുള്ള ദേവസ്വം കമ്മീഷണറുടെ അറിവോടെ എന്നാണ് ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പരാമർശിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വാതിൽപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട് നിലവിൽ വിശദമായി പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിൽ എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിച്ചു വരുത്താനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ 2019 മാർച്ച് മാസം 19-ാം തീയതി ഇങ്ങനെയൊരു ഉത്തരവ് ഇട്ട എൻ വാസു 2019 മെയ് മാസത്തിലാണ് അവിടെ നിന്ന് ഇത് ഇളക്കി മാറ്റുന്ന തരത്തിലേക്ക്, അതായത് ഈ വാതിൽപ്പാളി ഇളക്കി മാറ്റി അത് സ്മാർട്ട് ക്രിയേഷൻസിന് കൈമാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അത് കൃത്യമായി അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന വാസുവിന്റെ അറിവോടെയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ കസ്റ്റഡി അപേക്ഷയിൽ ഉൾക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ എൻ വാസുവിന് ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലാണ് ബന്ധമുള്ളത് എന്ന് വ്യക്തമാകുമെന്ന നിഗമനത്തിലാണ് SIT. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കാസർഗോഡ് നീലേശ്വരം ചായോത്ത് ഒഴിഞ്ഞ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ ഐസ്ക്രീം ബോംബ് കണ്ടെത്തി. നരിമാളത്തുള്ള വസ്തുവിൽ സ്ഥലമുടമ കാട് വൃത്തിയാക്കുന്നതിനിടയിലാണ് ബോംബിന് സമാനമായ വസ്തു കണ്ടത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ച നീലേശ്വരം പോലീസ്. ജോലി ചെയ്യുന്ന വീട്ടിലെ വളർത്തുനായയെ കൊലപ്പെടുത്തിയ വീട്ടുജോലിക്കാരി ബംഗളൂരുവിൽ അറസ്റ്റിൽ. വിദേശ ഇനം നായയെ കൊന്നതിന് പിടിയിലായത് 29-കാരിയായ പുഷ്പലത. നായയുടെ കുര അസഹനീയമായതിനാലാണ് കൊലപ്പെടുത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. എല്ലാവരോടും എല്ലാം തുറന്നു പറയരുത്, അത് നിന്റെ സന്തോഷം കെടുത്തിയേക്കാം. ഈ വാക്കുകൾ ഒരു പരിധിവരെ സത്യമല്ലേ? നമ്മുടെ ജീവിതത്തിൽ സങ്കടവും ദുഃഖവും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാം. ഇത്തരം വൈകാരിക നിമിഷങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് നമ്മൾ കരുതുന്നവരോടും സുഹൃത്തുക്കളോടും വിഷമങ്ങൾ പങ്കുവെക്കാറുള്ളവരാണ് പലരും. ചിലരോട് മനസ്സ് തുറക്കാറുണ്ട്. ആ സമയം അവർ ആശ്വാസവാക്കുകൾ പറഞ്ഞേക്കാം, ചേർത്ത് പിടിച്ചേക്കാം. എന്നാൽ അതിനുശേഷം നമുക്ക് നല്ല കാലം വരുമ്പോൾ മുൻപ് ചേർത്ത് പിടിച്ചവരെ പിന്നെ കണ്ടെന്നു വരില്ല. അവർക്ക് നമ്മളുടെ നല്ലതിനെക്കുറിച്ച് കേൾക്കാനാകില്ല താല്പര്യം. ആ പഴയ മോശം കാലഘട്ടമുണ്ടല്ലോ, അതായിരിക്കും അവരുടെ മനസ്സിൽ. എല്ലാ വിഷമങ്ങളും ചെറിയ സമയത്തേക്ക് ഉണ്ടാകും. അത് മറ്റുള്ളവരോട് പങ്കുവെച്ചതുകൊണ്ട് പ്രശ്നം അവസാനിക്കുമോ? ഇല്ലെന്ന്. ഇവിടെ ഓർക്കുക, വൈകാരിക നിമിഷങ്ങളിൽ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അത് പിന്നീട് തിരിച്ചടിയാകരുതെന്ന തിരിച്ചറിവുണ്ടാകട്ടെ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.